വാർത്തകളിലേക്ക് സ്വാഗതം. നിക്ഷേപ സാധ്യതകളും മ്യൂച്വൽ ഫണ്ടുകളും പരിചയപ്പെടുത്താനായി കട്ടപ്പന YMCA ഹാളിൽ സെമിനാർ നടന്നു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ജോയ് വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. വാർത്ത കാണാം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന. നിക്ഷേപ സാധ്യതകളെ അറിയുന്നതിന് YMCAയുടെ നേതൃത്വത്തിൽ നടത്തിയ സെമിനാർ മാതൃകാപരമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയ് വെട്ടിക്കുഴി പറഞ്ഞു. സാധ്യതകളെ പറ്റി അറിയുന്നതിനും അതോടൊപ്പം തന്നെ നമുക്ക് മറ്റുള്ളവരെ അതിലേക്ക് ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിനുമൊക്കെ വേണ്ടിയിട്ടുള്ള ഒരാദ്യത്തെ പടി എന്നുള്ള നിലയിലാണ് ഇന്ന് YMCAയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു സെമിനാർ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. YMCAയുടെ ഭാരവാഹികളെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം ഈ ഒരു രംഗത്തേക്ക് മറ്റൊരു സംഘടനകളും ഇത്തരത്തിൽ കടന്നു വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഈ ഒരു മേഖലയുടെ സാധ്യതകളെ സംബന്ധിച്ചിടത്തോളം ആളുകളുമായി ഒരു ആശയവിനിമയം നടത്തുന്നതിനുള്ള ഒരു വേദി ഒരുക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പുതിയ ഇൻവെസ്റ്റേഴ്സൊക്കെ എന്ത്, എങ്ങനെ, എവിടെ എന്നൊക്കെയുള്ളതിനെ സംബന്ധിച്ച് വലിയ ആശങ്കയിലിരിക്കുന്ന ഒരു സമയത്ത് അവർക്കൊരു കൃത്യമായ ഒരു ഗൈഡ് ലൈൻസ് നമുക്ക് കൊടുത്തു പോകാൻ കഴിയുക എന്നുള്ളത് ഏറെ പ്രയോജനകരമായ ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഒരു പണം അത് ഐഡിയലായിട്ടിരുന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല. അപ്പോൾ അത് നമുക്ക് ഏറ്റവും വരുമാനദായകമായ ഒരു നിലയിലേക്ക് അതിനെ വിനിയോഗിക്കാനായിട്ട് കഴിയുമ്പോൾ അത് നമുക്ക് ഒരു വരുമാനദായകമായി മാറുന്നതോടൊപ്പം തന്നെ അത് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിക്ഷേപമായി മാറുമ്പോൾ അതിലൂടെ നമ്മുടെ നാടിന് ഒരു പുരോഗതിയും വികസനവും ഒക്കെ ഉണ്ടാവുന്ന നിലയിലേക്ക് അതിനെ കൊണ്ടുപോകാനായിട്ട് കഴിയും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു റൂട്ട് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാഴ്ചപ്പാട് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് ഓരോ വ്യക്തിയിലും വളർന്നു വരണമെങ്കിൽ നമ്മളതിനെ സംബന്ധിച്ച് ഒരു അറിവ് അവർക്ക് കൊടുത്തു എങ്കിൽ മാത്രമേ സാധിക്കൂ. എനിക്ക് തോന്നുന്നു ജോസഫ് സാർ ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ നമുക്കിത് ഇവിടെ ആരംഭിച്ച് കഴിയുമ്പോൾ അത് കുറെ കൂടി ഇതിനെ വിപുലീകരിച്ച് മറ്റുള്ളവരിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുമ്പോൾ ഈ ഒരു മേഖലയോട് ഇപ്പം എല്ലാവർക്കും ഇതിനകത്ത് താല്പര്യം ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാടും അതോടൊപ്പം തന്നെ ഒരു അറിവും ഇതിനകത്ത് ഉണ്ടാവുകയും നാടിന് ഗുണകരമായ നിലയിൽ നമുക്കിത് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കും. സെബിയുടെ എംപാനൽ ട്രെയിനറും സാമ്പത്തിക വിദഗ്ധനും കുട്ടിക്കാനം മരിയൻ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡേവിഡ് ജോസഫ് ക്ലാസ് എടുത്തു. റിട്ടയർമെന്റ് പ്ലാനിംഗ്, കറന്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രെൻഡ്സ്, ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺസ് ആൻഡ് പെർഫോമൻസ്, ബെസ്റ്റ് പെർഫോമിംഗ് മ്യൂച്വൽ ഫണ്ട്സ്, നിക്ഷേപം പ്രായോഗികമായി പ്രയോജനപ്പെടുത്താനുള്ള സാധ്യതകൾ, സർക്കാരിന്റെ നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവയെപ്പറ്റി വിശദീകരിച്ചു. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞൊരു സെക്ടർ കഴിഞ്ഞ 5-10 വർഷമായിട്ട് വലിയ രീതിയിൽ ഒരു 60 ലക്ഷം കോടിയോളം രൂപയുടെ ക്യാപിറ്റലൈസേഷൻ ഇപ്പോൾ മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. പ്രശ്നം ഏത് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്, അല്ലെങ്കിൽ എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യും, എപ്പോൾ സെല് ചെയ്യും എന്നുള്ളൊരു ചോദ്യമാണ്. ഞാനിവിടെ നിന്ന് എറണാകുളം വരെ വണ്ടി ഓടിച്ച് പോകുന്നത്, ഞാനിവിടെ നിന്ന് എറണാകുളം വരെ ഒരു KSRTC ബസ്സിൽ പോകുന്നത് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. ഏറ്റവും സേഫ് ഏതാണെന്ന് ചോദിച്ചാൽ ബസ്സിൽ പോകുന്നതാണ്, ഏറ്റവും ചീപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ബസ്സിൽ പോകുന്നതാണ്, ഏറ്റവും പെട്ടെന്ന് എത്തുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അതും ബസ്സിൽ പോകുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ, ട്രേഡ് ചെയ്യാതെ, ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയാവുന്ന ഒരാളുടെ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാണ് മ്യൂച്വൽ ഫണ്ട് വഴി നമ്മൾ ചെയ്യുന്നത്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഭാഗമാവുന്നുണ്ട് എന്ന് വെച്ച് ഒരു ബിഗ് മസിൽ വർക്ക് അതിൽ ചെയ്യേണ്ടി വരുന്നില്ല. അത് നമ്മൾ തന്നെ ട്രേഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെറിയ റിട്ടേൺസ് ഒക്കെ പെട്ടെന്ന് കിട്ടുമെങ്കിൽ നമ്മളൊരു ആനുവൽ റിട്ടേൺസ് നോക്കുവാണെങ്കിൽ അത് ഒരിക്കലും മാർക്കറ്റിനെ ബീറ്റ് ചെയ്തില്ല. പലതരം മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്, പലതരം റിട്ടേൺസ് തരുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. 10% മുതൽ സ്റ്റഡി റിട്ടേൺസ് തരുന്ന മുതൽ കഴിഞ്ഞ വർഷം 100% റിട്ടേൺസ് എന്ന ഫണ്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൽ എത്രമാത്രം ഇൻവെസ്റ്റ് നിങ്ങൾക്ക് വേണമെന്ന് ചോദിച്ചാൽ സുഖമായിട്ട് കഴിക്കണോ, സുഖമായിട്ട് ഉറങ്ങണോ എന്നുള്ള 2 ചോദ്യങ്ങളാണ്. സുഖമായിട്ട് കഴിക്കണമെങ്കിൽ കൂടുതൽ റിസ്ക് ഉള്ളതിൽ ഇൻവെസ്റ്റ് ചെയ്യണം, സുഖമായിട്ട് ഉറങ്ങണമെങ്കിൽ റിസ്ക് കുറവുള്ളതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നേരത്തും ഏറ്റവും മിനിമമായിട്ട് നോക്കേണ്ട 3 കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മൾ CAGR എന്ന് പറയുന്ന ഒരു സെക്ടർ നോക്കണം. കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയും. കഴിഞ്ഞ ഒരു 3-4 വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് നമുക്ക് എത്ര ശതമാനം റിട്ടേൺസ് ആണ് തരുന്നത്, അത്രയും റിട്ടേൺസ് ഒരു ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് മൊത്തത്തിലുള്ള റിട്ടേൺസിനെ വെച്ച് നമ്മൾ ആ റിട്ടേൺസിനെ കമ്പയർ ചെയ്യുന്ന രീതിയിലുണ്ട് ആൽഫ വാല്യൂ എന്ന് പറയും.
YMCA പ്രസിഡന്റ് KJ ജോസഫ് അധ്യക്ഷനായിരുന്നു. YMCA അംഗങ്ങളുടെ കഴിവുകൾ സമൂഹത്തിനെ ഉപയോഗപ്പെടുത്തുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഭാഗമായി അവതരിപ്പിച്ച പദ്ധതിയാണിത്. വർഗീസ് ജേക്കബ് കോർ എപ്പിസ്കോപ്പ, ഫാദർ ഡോക്ടർ ബിനോയ് പി ജേക്കബ്, ഫാദർ ഷിജു വട്ടംപുറത്ത്, ജോർജ് ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. സൽജു ജോസഫ്, ടോമി ഫിലിപ്പ്, UC തോമസ്, PG ലാൽ പീറ്റർ, റെജിറ്റ് ജോർജ് എന്നിവർ നേതൃത്വം നൽകി. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ ഫർണിച്ചറുകൾക്കും വൻ വിലക്കുറവ്. 4 നിലകളിലായി മികച്ച കളക്ഷൻസ്. ബെഡുകൾക്കായി പ്രത്യേക വിഭാഗം. 2400 രൂപ മുതൽ ഗ്യാരണ്ടി ബെഡുകൾ. EMI സൗകര്യം ലഭ്യമാണ്. വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന.